നമസ്കാരം. എന്തിനും ഏതിനും കേന്ദ്രത്തിനെയും മോദി സർക്കാരിനെയും കുറ്റം പറയുക എന്നതാണ് കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ കൈക്കൊണ്ടുവന്ന രീതി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഉണ്ടായ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നും ആർക്കും പരാതിയും സംശയങ്ങളും ഇല്ലാതിരിക്കുമ്പോഴും പിണറായി സർക്കാർ മാത്രം മോദി വിരുദ്ധത വളർത്തുക എന്നുള്ളതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഭരണ നിർവഹണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പല പദ്ധതികളും പിണറായിയോടുള്ള ഇഷ്ടക്കേടുകൊണ്ട് മാത്രം മോദി കേരളത്തിന് അനുവദിക്കുന്നില്ല എന്നും നൽകുന്നില്ല എന്നും പറയുമ്പോൾ അതേസമയം തന്നെ കേരളം ശരിയായ രീതിയിൽ പല പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുകയോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചും പാലിച്ചും മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല എന്ന മറുപടി കേന്ദ്രവും അതേ നാണയത്തിൽ കൊടുക്കുന്നു. 2 പ്രാവശ്യം തുടർ ഭരണം കേരളത്തിൽ നടപ്പിലാക്കിയതിനു ശേഷം ഇനിയും കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് ഇടതുപക്ഷ സഖാക്കൾ തന്നെ ആയിരിക്കുമെന്ന അതിയായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ. എന്നാൽ അതിനു ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പടലം തോറ്റ് തരിപ്പണമായത്. ഇനി വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആകെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കോടികൾ മുടക്കി പരസ്യം നടത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭരണ മികവ് എന്ന പേരിൽ പൊതുജനത്തിലേക്ക് പൊള്ളയായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇനി സർക്കാർ നടത്താൻ പോകുന്നതെന്നാണ് സൂചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്കിടയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം സജീവമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ച് അധികാരം പിടിക്കാൻ മുന്നിട്ടിറങ്ങിയതാണ്. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇലക്ഷൻ മോഡിലേക്ക് നീങ്ങാനാണ്. അതുകൊണ്ട് തന്നെ പദ്ധതികളും പരിപാടികളും 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉഗ്രശാസനം. പാതിവഴിയിൽ നിൽക്കുന്നതോ നടപ്പാക്കാനുള്ളതോ ആയ പരിപാടികൾ ഈ സമയത്തിനകം തീർക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നേരത്തെ വരാനിടയുണ്ട് എന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഈ സാഹചര്യത്തിലാണ് നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതത് മണ്ഡലങ്ങളിൽ വോട്ട് ഉയർത്താൻ കെൽപ്പുള്ള പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നതാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. തദ്ദേശത്തിലെ തിരിച്ചടികൾ മറികടക്കാൻ ആവശ്യമായ പരിപാടികളിലേക്ക് ഇടതുമുന്നണി കടക്കുകയാണ്. സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇനി ഊർജിതമായി നടക്കും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനവടക്കം ഇതിൽ നിർണായകമാകും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടി മന്ത്രിസഭയിൽ ചർച്ചയുമായില്ല. എന്നാൽ UDF നേതാക്കൾ വിജയാഘോഷത്തിൽ കഴിയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ടാർഗറ്റ് നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് സൂചന. തിരിച്ചടിയിൽ നിന്നും കരകയറാൻ അസാധാരണ നീക്കം തന്നെയാണ് പിണറായി നടത്തുന്നതെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ LDF ക്യാമ്പിൽ ആശങ്ക പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് MLA-മാർക്ക് കർശന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ മെച്ചമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. പരാജയപ്പെടാൻ സാധ്യതയുള്ള 41 LDF MLA-മാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി ഓൺലൈനായി വിളിച്ചു ചേർത്തു. മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നില മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് നൽകില്ല എന്നാണ് പിണറായിയുടെ മുന്നറിയിപ്പ്. മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നാണ് പിണറായിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങളൊക്കെ മുഖ്യൻ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ കേരളം എന്നേ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം. ജയിക്കുമെന്നുറപ്പില്ലെങ്കിൽ പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്ന പിണറായിയുടെ അന്ത്യശാസനം CPM-ൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തോൽവി വിലയിരുത്താൻ വേണ്ടി ജില്ലാ തലങ്ങളിലെ യോഗങ്ങളും ചേരുമ്പോൾ വിജയ ഫോർമുല എന്തെന്ന് ഇനി ഉരുത്തിരിയും. പരസ്യവും PR വർക്കും കൊണ്ട് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കഴിയുമെന്ന ധാരണ തന്നെ ഒരു ശുദ്ധ വിവരക്കേടാണ്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുന്ന മെച്ചപ്പെട്ട ഒരു പൊതുജനമാണ് കേരളത്തിലുള്ളത്. പൊള്ളയായ വാദങ്ങൾ കൊണ്ട് അവരെ മണ്ടരാക്കി വോട്ട് പിടിക്കുന്ന പഴയ തന്ത്രം ഇനി എടുക്കാത്ത നോട്ടുകളാണെന്ന് പിണറായി സർക്കാർ തിരിച്ചറിഞ്ഞാൽ അന്തസ്സായി തോൽക്കാനുള്ള സാഹചര്യമെങ്കിലും കേരളത്തിൽ തുടർഭരണം കാഴ്ചവെച്ച മന്ത്രിമാർക്കും മുഖ്യനും ഉണ്ടാകും.